कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 183. ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രാദികളായ സകല ദേവന്മാരും ദേവന്മാരാൽ പോലും പൂജിതരായ മഹർഷിമാരുമെല്ലാം സന്നിഹിതരായിരുന്ന വേദിയിൽ രാജസൂയ യജ്ഞം അതിഗംഭീരമായി അരങ്ങേറി. ആ യജ്ഞത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായിരുന്നു അഗ്രാസന പൂജ. ഭീഷ്മരുടെ നിർദ്ദേശമനുസരിച്ച് സഹദേവൻ കൃഷ്ണനെ ഉപചാരപൂർവം സ്വീകരിച്ചു. എന്നാൽ ശ്രീകൃഷ്ണനെ അഗ്രപൂജ ചെയ്ത് സ്വീകരിച്ചത് സദസ്സിലിരുന്ന ചേതി രാജാവായ ശിശുപാലനെ സഹിച്ചില്ല. ശ്രീകൃഷ്ണന്റെ ആജന്മശത്രുവായ അദ്ദേഹം ആ സഭയിൽ ഭീഷ്മരെയും ധർമ്മപുത്രരെയും കണക്കറ്റ് നിന്ദിച്ച് കൃഷ്ണനെ ആക്ഷേപിച്ച് സംസാരിച്ചു. ശിശുപാലൻ പറഞ്ഞു, മഹാത്മാക്കളായ മഹാരാജാക്കന്മാർ സദസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ യദുകുലജാതനായ ഇവൻ അഗ്രപൂജയ്ക്ക് അർഹനല്ല. മഹാന്മാരായ പാണ്ഡവർക്ക് ഈ കർമ്മം ഒട്ടും ചേരുന്നില്ല. വിവരമില്ലാത്തവനും നപുംസകവുമാണ് കൃഷ്ണനെ സ്തുതിക്കുന്ന ഈ ഗംഗാനദിയുടെ പുത്രനായ ഭീഷ്മർ. രാജാവല്ലാത്ത കൃഷ്ണൻ എങ്ങനെയാണ് ഈ വിധം പൂജയ്ക്കർഹനായത്? കുടുംബത്തിലെ പ്രിയ ബന്ധു എന്ന നിലയ്ക്കാണെങ്കിൽ ദ്രുപദനല്ലേ അതിനർഹൻ? ആചാര്യന്റെ നിലയ്ക്കാണ് അഗ്രപൂജ ചെയ്തതെങ്കിൽ ദ്രോണരെയോ കൃപരെയോ അല്ലേ ആദ്യം സൽക്കരിക്കേണ്ടത്? അതല്ല, ഋത്വിക്കിന്റെ നിലയിലാണ് സൽക്കരിച്ചതെങ്കിൽ മഹാജ്ഞാനി വേദവ്യാസനുള്ളപ്പോൾ എന്താണ് കൃഷ്ണനെ പൂജിച്ചത്? സർവശസ്ത്രജ്ഞനായ അശ്വത്ഥാമാവും രാജേന്ദ്രനും പുരുഷശ്രേഷ്ഠനുമായ ദുര്യോധനനും ഉൾപ്പെടെ സർവരാജാക്കന്മാരുടെയും ഇടയിൽ മഹാബലവാനും പരശുരാമന്റെ ഇഷ്ടശിഷ്യനുമായ കർണൻ നിൽക്കുമ്പോൾ കൃഷ്ണനെ പൂജിച്ചത് ഉചിതമായോ? കൃഷ്ണൻ ഋത്വിക്കല്ല, ആചാര്യനല്ല, രാജാവല്ല. പിന്നെ പൂജ ചെയ്തത് എന്തുകൊണ്ട്? വെറും സേവയ്ക്ക് മാത്രം. അല്ലാതെന്ത്? നിങ്ങൾക്കിവനെ ആദരിക്കണമെങ്കിൽ ഞങ്ങളെയെല്ലാം വിളിച്ചുവരുത്തി അപമാനിച്ചതെന്തിന്? രാജസദസ്സിൽ വെച്ച് ലക്ഷണം കെട്ട ഇവനെ ഇങ്ങനെ പൂജിച്ചതിനാൽ ഹേ യുധിഷ്ഠിര, ധർമാത്മാവ് എന്ന പേര് നീ കളഞ്ഞു കുളിച്ചു. ജരാസന്ധ രാജാവിനെ ചതിച്ചു കൊന്ന കൊലപാതകിയാണിവൻ. അർഹതയില്ലാത്തത് വാങ്ങിയിട്ട് ഹവിസിന്റെ ഭാഗം വിജനത്തിൽ വെച്ച് തിന്നുന്ന പട്ടിയെപ്പോലെ നാണമില്ലാതെ യോഗ്യത നടിക്കുന്നു. അപ്പോൾ ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു, ക്ഷത്രിയൻ ക്ഷത്രിയനോട് പോരാടി ജയിച്ച് കീഴടക്കിയാൽ ആ പോരാളിക്ക് അവൻ ഗുരുവാണ്. കൃഷ്ണൻ പോരിൽ തന്റെ ശക്തിയാൽ ജയിക്കാത്ത ഒരു രാജാവിനെയും ഈ സദസ്സിൽ ഞാൻ കാണുന്നില്ല. ചേതി രാജാവേ, വെറും മോഹം കൊണ്ടല്ല, ബന്ധുവഴിക്കല്ല, സഹായിച്ച വേഴ്ച നോക്കിയുമല്ല ഭഗവാൻ കൃഷ്ണനെ അർച്ചിച്ചത്. അതിനെ സർവഥാ അർഹനായതുകൊണ്ടാണ്. ബ്രാഹ്മണരിൽ ജ്ഞാനം അധികമുള്ളവനും ക്ഷത്രിയരിൽ ബലം കൂടിയവനും വൈശ്യരിൽ സമ്പന്നനും ശൂദ്രരിൽ മൂപ്പ് കൂടിയവനുമാണ് പൂജാർഹൻ. വേദവേദാംഗ വിജ്ഞാനവും അതുല്യമായ മഹാബലവും തികഞ്ഞ കൃഷ്ണനല്ലാതെ മനുഷ്യലോകത്തിൽ മറ്റാരുണ്ട് ഈ പൂജയ്ക്കർഹൻ? മേലും കീഴും ചുറ്റും കാണുന്ന എല്ലാ ജഗത്തുകളിലും ദേവാസുരന്മാരടങ്ങിയ സകല ലോകർക്കും ആധാരമായത് ഭഗവാനാണ്. ഇത് കേട്ടതും ശിശുപാലൻ ഭീഷ്മപിതാമഹന് നേരെ അലറി, ധർമ്മത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്തധികാരമാണുള്ളത്? മറ്റൊരാളെ മനസാവരിച്ച കന്യകയെ അപഹരിച്ചവനല്ലേ നിങ്ങൾ? എന്നിട്ടോ ആ കന്യക അതുമൂലം അനാഥയായി. എന്നിട്ടിപ്പോൾ ധർമ്മത്തെ പുകഴ്ത്തുന്നു. നിനക്ക് ഈ ബ്രഹ്മചര്യം കൊണ്ട് എന്തു ഫലമാണുള്ളത്? മൗഢ്യം കൊണ്ടല്ലേ നീ ബ്രഹ്മചര്യം സ്വീകരിച്ചത്? അല്ലെങ്കിൽ നീ ആണും പെണ്ണും കെട്ടവനായിരിക്കണം. ശിശുപാലൻ ഇങ്ങനെ വളരെ നിന്ദ്യമായ രീതിയിൽ സംസാരം തുടരുന്നത് കണ്ട് ഭീമനെ കോപമടക്കാൻ കഴിഞ്ഞില്ല. അവനെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന ഭീമനെ തടഞ്ഞുകൊണ്ട് ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു, പുത്ര, അരുത്.
ഇത് ശിശുപാലൻ സ്വന്തം മരണം ക്ഷണിച്ചു വരുത്തുന്ന വിക്രിയയാണ്. എന്നാൽ നിനക്കൊരിക്കലും അവനെ വധിക്കാൻ കഴിയില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ അവന്റെ അന്തകനാവും. തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് വാസുദേവകൃഷ്ണൻ ക്ഷമിച്ചു നിൽക്കുന്നത്. എന്തു വാക്ക്? ഭീമസേനൻ അമ്പരന്നു. ഭീഷ്മ പിതാമഹൻ ആ കഥ പറഞ്ഞു. ചേതി രാജാവിന്റെ പുത്രനായി ഇവൻ ജനിച്ചത് വികൃതരൂപിയായാണ്. 3 കണ്ണും 4 കൈകളുമായി, വികൃതമായ അംഗങ്ങളും വികൃതമായ കരച്ചിലുമുള്ള ശിശുവിനെ അച്ഛനമ്മമാർ ഉപേക്ഷിക്കാൻ മുതിർന്നു. അപ്പോൾ ഒരശരീരി വാക്കുണ്ടായി. ഇവൻ അതിസമർത്ഥനും മഹാശക്തനുമാകുമെന്നും ആരിവനെ എടുത്ത് മടിയിൽ കിടത്തുമ്പോഴാണോ ഇവന്റെ അധികമുള്ള അവയവങ്ങൾ അപ്രത്യക്ഷമാകുന്നത്, അയാളായിരിക്കും അന്തകനെന്നുമായിരുന്നു അശരീരി. ആ അത്ഭുത ശിശുവിനെ കാണാൻ പല രാജാക്കന്മാരും എത്തി. കുട്ടിയെ കാണാൻ വന്നവരെ വേണ്ടവിധം സൽക്കരിച്ച ശേഷം രാജാവ് ഓരോരുത്തരുടെയും മടിയിൽ കുട്ടിയെ വെച്ചു നോക്കി. എന്നാൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇങ്ങനെയിരിക്കെ ദ്വാരകയിൽ നിന്നും കൃഷ്ണനും ബലരാമനും വസുദേവനും ചേതിയിലെത്തി. വസുദേവന്റെ സഹോദരിയായിരുന്നു ചേതി രാജ്ഞി. അങ്ങനെ കൃഷ്ണന്റെ മടിയിൽ വെച്ച ഉടനെ ആ ശിശുവിന്റെ അധികമുള്ള കൈകളും കണ്ണും അപ്രത്യക്ഷമായി. ഇത് കണ്ട് ഭയപ്പെട്ട രാജ്ഞി കൃഷ്ണനോട് ഒരു വരം ആവശ്യപ്പെട്ടു. തന്റെ മകന്റെ തെറ്റുകൾ പൊറുക്കണമെന്നായിരുന്നു വരം. ശിശുപാലൻ ചെയ്യുന്ന 100 തെറ്റുകൾ പൊറത്തുകൊള്ളാം എന്ന വരം കൃഷ്ണൻ നൽകുകയും ചെയ്തു. തന്റെ പുത്രൻ അത്രയേറെ തെറ്റുകളൊന്നും ചെയ്യുകയില്ല എന്നു കരുതിയ രാജ്ഞി ആ വാക്കിൽ ആശ്വാസം കണ്ടു. എന്നാലിതാ ഓരോ ധാർഷ്ട്യവാക്കുകൾ പുലമ്പി ശിശുപാലൻ തന്റെ അതിര് ലംഘിക്കുകയാണ്. കൃഷ്ണബലരാമന്മാർ ഇല്ലാതിരുന്ന സമയത്ത് ഇവൻ ദ്വാരകാപുരി അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചു. ഭോജരാജാവ് രൈവതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവരെ വധിച്ചു. സൗവീരത്തിൽ പോകുകയായിരുന്ന ബഭ്രുവിന്റെ തപസ്വിനിയായ ഭാര്യയെ കാമമോഹിതനായി തട്ടിക്കൊണ്ടുപോയി. വൈശാല രാജകുമാരിയായ ഭദ്രയെ അവൾ കാരൂഷ രാജാവിനു വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരിക്കെ കാരൂഷന്റെ മായാവേഷം ധരിച്ച് അപഹരിച്ചു. ഇങ്ങനെ ശിശുപാലൻ ചെയ്ത അനേകം ദ്രോഹങ്ങളെ ശിശുപാലന്റെ മാതാവിന് നൽകിയ വാക്ക് സ്മരിച്ച് ശ്രീകൃഷ്ണൻ ക്ഷമിച്ചു. ഇവർ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭഗവാന്റെ കൈകളിൽ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും നോക്കി നിൽക്കെ ആ ചക്രം ഭോഷ്ക് പറയുന്ന ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. ഞെട്ടിത്തരിച്ച് ഈ കാഴ്ച കണ്ടുനിന്ന സർവരെയും അത്ഭുതചകിതരാക്കിക്കൊണ്ട് ഒരു ദിവ്യപ്രഭ ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് കൃഷ്ണനിലേക്ക് പ്രവേശിച്ചു. ശിശുപാലൻ നിരന്തരം വിപരീത ഭക്തിയിൽ മുഴുകി കൃഷ്ണനിൽ തന്നെ മനസ്സുറച്ചവനായിരുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ദ്വാരപാലകരായിരുന്ന ജയവിജയന്മാരുടെ 3ാമത്തെ ജന്മമായിരുന്നു അത്. അങ്ങനെ ശാപത്തിൽ നിന്നും അവർക്ക് മോക്ഷഗതി ലഭിച്ചു. രാജസൂയം ഭംഗിയായി അവസാനിച്ചു. ദുര്യോധനനൊഴികെ എല്ലാവരും ആഹ്ലാദചിത്തരായി. ദുര്യോധനന്റെ കലങ്ങിയ മനസ്സ് കൂടുതൽ കലങ്ങി മറിയുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ആ കഥ നാളെ.